വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നിയ ഒരു റെസ്റ്റോറൻറ്റിലെ ചിക്കൻ അൽഫാമും ബട്ടർ നാനും ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെയുള്ള ആ ഒരു ചട്നിയാണ് കേട്ടോ ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബട്ടർ നാൻ ഉണ്ടാക്കാനായിട്ട് 1 സ്പൂൺ ഈസ്റ്റും ചെറു ചൂടുള്ള പാലും കൂടി പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. 1 സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഈസ്റ്റ് പൊങ്ങി വരും. അത് മൈദയും ഉപ്പും കൂടി ചേർത്തതിലേക്ക് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ച് മാവാക്കിയതിന് ശേഷം ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ ഒരു സമയം കൊണ്ട് ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സവാളയുടെ ഹാഫും കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം തക്കാളി, 2 വറ്റൽമുളക്, മല്ലിയില, 2 സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ് പിന്നീട് ചേർക്കാവുന്നതാണ്, കുറച്ച് ലെമൺ ജ്യൂസ് എന്നിവ ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായി ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ചില്ലി പൗഡർ. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി, അതിനുശേഷം കുരുമുളക് പൊടി, ഇനി കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മസാല ചേർത്തതിന് ശേഷം 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഇത് മാരിനേറ്റ് ആവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ഒരു ഡിപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമുളക് ആവശ്യത്തിന്, കുറച്ച് ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് സുർക്കയും ചേർത്തൊന്ന് അരച്ചെടുക്കാം. നന്നായി അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ഡിപ്പ് ഇതിലേക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അടുത്തതായിട്ട് മയോണൈസ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ പാൽ ഉപയോഗിച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കുന്നത്. ചിക്കൻ വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് കുറച്ച് മാത്രം സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി. ഇനി ചെറിയ തീയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ സിമ്മിലിട്ടതിന് ശേഷം ലിഡിട്ട് വെക്കാം. ഇനി ബട്ടർ നാൻ ഉണ്ടാക്കാനായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഓരോ ബോളുകളാക്കിയെടുത്ത് പരത്തിയതിന് ശേഷം ചുട്ടെടുക്കാവുന്നതാണ്. ഇതിന് മുകളിലായിട്ട് ബട്ടറും കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് മിക്സ് ചെയ്തത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കുറച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം ഇത് കുക്കായിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം മറ്റുള്ള എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്തത് ലാസ്റ്റായി. ഇനി അടുത്തതായി ചിക്കൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാനായി ഒരു സോസ് റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് കെച്ചപ്പ് എടുക്കുക. അതിലേക്ക് കുറച്ച് മുളക് പൊടി, ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം 1 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സാൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കേണ്ടതില്ല. അത് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.